ഓക്കെ, നമ്മളിന്ന് പോണത് ഒരു ഐലൻഡിലേക്കാണ്. ഇല്ലേ ഓക്ക് സെർവ്സ് എന്ന് പറയും. അത് ഭയങ്കര ഫേമസ് ആണ്. മൗറീഷ്യസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും, മൗറീഷ്യസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഐലൻഡ്. ഈ ഐലൻഡ് വരിക, ഇവിടെ റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് ഞങ്ങൾ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. എന്ത് രസമുള്ള വെള്ളമാണെന്ന് നോക്കിയേ, പച്ചയും നീലയും. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരു സ്പീഡ് ബോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ കാറ്റമ്പരൻ എന്ന് പറഞ്ഞാൽ വേറൊരു ബോട്ടും എടുക്കാം. അത് പതുക്കെ പോണതാണ്. സ്പീഡ് ബോട്ടാണ് കുറച്ചുകൂടെ ത്രില്ലിംഗ് അല്ലേ. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ എല്ലേ ഓക്ക് സെർവ്സ് എന്ന് പറഞ്ഞ ഐലൻഡിലെത്തും. അവിടെയാണ് ഇന്ന് നമ്മുടെ ലഞ്ച്, ബാർബിക്യൂ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നമ്മൾ 1.5 മണിക്കൂർ എടുത്തു. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട്. ഈ ബോട്ടിലാണ് പോണത്. ഞാനും ബ്രാൻഡിയും മാത്രമല്ല, ഞങ്ങളെ കൂടാണ്ട് കുറച്ച് പേരും കൂടെ വെയിറ്റിംഗ് ഉണ്ട്. ഓൾറെഡി ഒരു ഗ്രൂപ്പ് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് ഐലൻഡിൽ അടിച്ച് പൊളിക്കണം. കാരണം മൗറീഷ്യസ് വ്ളോഗിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐലൻഡ്സ് തന്നെയാണ്. അതൊരു രസം തന്നെയാണ്. ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ നിറവും. ബ്രാൻഡി ഗുഡ് മോർണിംഗ്. ബഹുത്ത് എക്സൈറ്റഡ്. അങ്ങനെ മൗറീഷ്യൻ ട്രിപ്പിൽ ഞാൻ പറയുകയും ചെയ്തു, ഒരു മലയാളിയെ പോലും കണ്ടിട്ടില്ലല്ലോ, ആരും സ്ഥലം അറിഞ്ഞ് വന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ റിമി ടോമി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല. അർജുൻ എന്നാ പേരല്ലേ? ഹായ് അർജുൻ. അർജുൻ്റെ വൈഫാണ് നിഷ, ഫ്രം ബാംഗ്ലൂറാണ്, മലയാളിയല്ല. അപ്പോൾ നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് വന്നേ? വിനീത് ശ്രീനിവാസനെ പോലെ തോന്നുമല്ലോ പെട്ടെന്ന് കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പീഡ് ബോട്ടിൽ നമ്മൾ ഒന്നിച്ചായിരിക്കും അല്ലേ അർജുൻ? അർജുൻ തൃശ്ശൂരിൽ നിന്നാണ് അല്ലേ? വേറെ എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ഇഷ്ടമായ മൗറീഷ്യസ്? നിങ്ങൾ എത്ര ദിവസത്തേക്ക് വന്നേ? 1 വീക്ക്. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? ഹണിമൂൺ ആണോ? പിന്നെ ബ്രാൻഡി പരിചയപ്പെടുത്തിയുള്ള ബ്രാൻഡി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ബ്രാൻഡി ഇപ്പം മേക്കപ്പ് ചെയ്യാനല്ല വന്നേക്കുന്നത്. ബ്രാൻഡി ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ ട്രാവൽ പാർട്ട്ണറാണ് ഇപ്രാവശ്യം ബ്രാൻഡി കേട്ടോ. പേടിയുണ്ടോ? Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so എന്ത് രസമാണെന്ന് നോക്കിയേ. നമ്മൾ ആ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോവുകയാണെങ്കിൽ പോകണോട്ടോ, അതിൻ്റെ ഒരു രസം വേറെ. അല്ലെങ്കിൽ അതൊക്കെ എഴഞ്ഞഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. ബ്രാൻഡി ഓക്കെ ഹേ? താങ്ക് യു അർജുനാട്ടോ വീഡിയോ എടുത്തു തരുന്നത്. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് എത്തി. തിരിച്ച് നമ്മൾ ഒരു 12:30 ആകുമ്പോൾ ഇവിടെ വരണം. അങ്ങനെ നമ്മൾ ആ 20 മിനിറ്റ് സ്പീഡ് ബോട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ നമ്മളിങ്ങനെ വന്നു. ആ വരുന്ന വഴിക്ക് ഭയങ്കര രസം. ഇവിടെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി. നമ്മൾ തിരിച്ച് 2 മണിക്കൂർ നമുക്ക് ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാം. ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഒരു നോക്കി, ഒരു റെസ്റ്റോറൻ്റൊക്കെ ഒരു സ്റ്റൈല് കണ്ടോ? ഒരു എന്താ പിന്നെ പറയുക, ഓലയോ, പക്ഷെ നല്ല ഷേപ്പിൽ. ഇനി നമുക്ക് എല്ലാവരും അങ്ങോട്ടാണ് പോണത്. പക്ഷെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു പ്ലാൻ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലപ്പാ.
മരോ? ഇത് എന്ത് ട്രീയാ? ഏക്കോ പൈൻ ട്രീസ് ആണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ നല്ല തണുപ്പും വെയിലും ഒന്നും ഇല്ലാതെ നല്ല പച്ചപ്പ്. ഇതങ്ങനെ അധികം കാണാറില്ല ഇങ്ങനെ ഒരു സൈഡ്. ഇത് നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ? ഏതു പുൽമേട്ടിലോ മേടയിലോ നിന്റെ തേൻ കുടം വച്ചു മറന്നു. പാട്ടിൻ്റെ തേൻ കുടം വച്ചു മറന്നു. പക്ഷേ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ? രസമല്ലേ? എങ്ങനെ എന്താണ്ട് ഫ്ലവർ വൈസ് ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ, ആരോ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കണ പോലെ. ഇവിടെ വന്നൊരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്യണം. എന്തെങ്കിലും പറ്റുമായിരിക്കും അല്ലേ? നിങ്ങൾ പറ, എൻ്റെ വ്യൂവേഴ്സ് പറ. എന്താ പറയുക, വീണ്ടും പറയാം, ഒരിക്കലും ഒരു ഭയങ്കര വലിയ വ്ളോഗർ ചെയ്യുന്ന പോലെയൊന്നും അല്ല. പക്ഷെ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ രാജ്യങ്ങൾ കാണാൻ പറ്റണം, കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിയിലൊക്കെ എടുക്കണമെന്നുണ്ട്. ഇത് നമ്മുടെ ഒന്നും ഒരു സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതുവരെ ഞാൻ പോയേക്കുന്ന എൻ്റെ ഈ പ്രോഗ്രാംസിനായിട്ട് പോയിട്ടുള്ള അല്ലാണ്ട് ഈ മറ്റേ വ്ളോഗിങ്ങും അല്ലാണ്ട് കാണാൻ പോയേക്കുന്ന എല്ലാം നമ്മുടെ സ്വന്തം എക്സ്പെൻസ് എടുത്തിട്ടാണ് വന്നിട്ട്. അല്ല, നാട്ടിൽ നിന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ടാക്സി മൗറീഷ്യസ് ഒക്കെ സെർച്ച് ചെയ്ത് ഓരോ ദിവസത്തെ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്പീസ് എന്ന് അവർ പറയണം, നമ്മുടെ ഒരു 8000 രൂപ. അതും കൂടെ മൈൻഡിൽ വെച്ചേക്കണം. പിന്നെ ഇപ്പം നമ്മൾ മിക്ക ടൂർ പാക്കേജിലും സൈറ്റ് സീയിങ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനെല്ലാം സെപ്പറേറ്റ് എടുത്തു. ഓരോ ദിവസത്തെ ടാക്സിക്ക് സെപ്പറേറ്റ് പ്രൈവറ്റ് ആയിട്ട് വേണോണ്ട് അങ്ങനെ എടുത്തു. പക്ഷെ നോക്കിയും കണ്ടും നല്ല പാക്കേജിൽ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രാവൽ ചെയ്യുന്നോ പറ്റുമോ, ഇങ്ങനെ നമുക്ക് തന്നെയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ വക പേടിയൊന്നും വേണ്ട, നമ്മൾ തന്നെ പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല. ഈവൻ സോളോ ട്രാവലിംഗ് പോലും ഞാൻ കപ്പഡോക്കിയയിൽ പോയില്ല, അതെനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്ത കാര്യമാണ്. നമ്മുടെ മനസ്സിലൊരു വിൽ പവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഒത്തിരി പൈസ വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ല, നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരാളായിരുന്നു നമ്മുടെ വിജയൻ ചേട്ടൻ. ഒരു ചായക്കട നടത്തിയിട്ട് അദ്ദേഹം സമ്പാദിച്ച പൈസ വെച്ചിട്ട് ലോകം മൊത്തം കണ്ട ആൾ. അതിനപ്പുറം നമുക്ക് വേറെ ഇൻസ്പിറേഷൻ കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എവിടെ പോകാൻ പറ്റും, നമ്മൾ ജോലി ചെയ്യുക, വർക്ക് ചെയ്യുക, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകുക, അത്ര മാത്രം മതി. പിന്നെ ട്രാവൽ ചെയ്യാനുള്ളൊരു ഇഷ്ടവും. അപ്പുറത്ത് പാരാഗ്ലൈഡിങ് നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പം 37 ആയിട്ടുള്ളൂ. മിനിമം ഒരു 100 രാജ്യങ്ങളെങ്കിലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അതൊക്കെ ഉള്ളൂ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് തോന്നിയേക്കുന്ന അതിലാട്ടോ. അത് ചിലപ്പോൾ തെറ്റായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഷോപ്പിംഗ് സെൻ്റർ. കാറ്റമറൻ ഷിപ്പ് ബോട്ട്. നമ്മൾ വന്ന സ്പീഡ് ബോട്ട്, ഇത് വേറെ 2 ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഒരു ഐലൻഡ് വരിക എന്നുള്ള മൗറീഷ്യസ് വരുമ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്.
love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പീഡ് ബോട്ടിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരും ഒക്കെ അർജുൻ മലയാളി ഫാമിലി ഇല്ലേ, അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. Find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. 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 Don't be scared. Just open up. Don't be scared. ഓ, വാട്ടർഫോൾസ് ഉദരെ അവിടെ ആട്ടോ. വാട്ടർഫോൾസ് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മ്യൂസിക് ഒക്കെ വന്നപ്പോ ഭയങ്കര രസമല്ലേ, വിത്ത് മ്യൂസിക്. വെയിറ്റിംഗ് ഫോർ ബാർബിക്യൂ ലഞ്ച്. ഗൂഗിള് വിശക്കണു. എന്റെ ഹിന്ദി എന്നോട് ക്ഷമിക്കുക, കൂടുതലൊരു ഹിന്ദിക്കാരി ഉണ്ടായി പോയി. ഞാൻ എപ്പോഴും ഹിന്ദിയിലല്ലേ വർത്താനം പറയണേ. നയാഗ്ര വാട്ടർഫോൾസിന്റെ ഒക്കെ അടുത്ത് നമ്മൾ പോണ പോലത്തെ ഒരു രസം നോക്ക്, എന്ത് രസം. നമ്മുടെ ബാർബിക്യൂ ലഞ്ചിന്റെ ഐലൻഡ് എത്തിക്കഴിഞ്ഞു. നല്ല വിശപ്പ്. ഐലൻഡിന്റെ പക്കാ നടുവിലുള്ള ഒരു വെറൈറ്റി ഒരു കുഞ്ഞു സ്ഥലത്ത് നമ്മളെ കൊണ്ടുവന്നേക്കുക. കുഞ്ഞു ബെഞ്ചൊക്കെ ഇട്ടേക്കുക. ബാർബിക്യൂ ആണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഫിഷൊക്കെ ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കി തരാൻ പോവാ. ഞങ്ങളുടെ സീറ്റ്. പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഹായ്, പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ്. നമ്മുടെ ഗ്രിൽ ബ്രെഡ്, ഗാർലിക് ബ്രെഡ് പോലത്തെ ബ്രെഡ്, പ്രോൺസ്. ഇപ്പോൾ ഒരു ഫുഡ് കൊണ്ട് തന്നു. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഇത് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ചിക്കൻ കഴിച്ച് നോക്കാവേ. ഇത് അവരെല്ലാം ചുട്ടെടുക്കുന്ന. ബാർബിക്യൂ ചിക്കനാ. ചിക്കൻ എന്ത് ടേസ്റ്റാ. പിന്നെ നമ്മളവിടെ കണ്ട് ചുട്ടെടുത്ത ബണ്ണ്. ഇത് ഫിഷാന്ന് തോന്നുന്നു, നോക്കട്ടെ. ഫിഷും ടേസ്റ്റ് ഉണ്ട്. ഉപ്പും കുരുമുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. റൈസ് ഇവിടെ റൈസ് ട്രൈ ചെയ്തിട്ടില്ല. ഈ ബീച്ച് മൂഡിൽ ദൂരെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ടൂർ പോയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ വണ്ടി നിർത്തിയിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കില്ലേ, ആ ഒരു ഫീലാണ്. പക്ക ഒരു ലോക്കൽ ഒരു റൂറൽ ലൈഫ് ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ മാറിയിരിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടം പോലെ നിങ്ങളോട് വർത്താനം പറയാം, വ്ളോഗിങ്ങും പറ്റും അല്ലേ. ബ്രാൻഡി, എൻജോയ് യുവർ മീൽ. മതി ക്യാമറ എടുത്തത്. ആജാ. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മൾ എവിടെ നിന്നാണോ വന്ന് കയറിയത് ആ ഐലൻഡിലോട്ട് കൊണ്ട് വിടും. അവിടെ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ടാവും. അവിടുന്ന് നേരെ ഹോട്ടൽ. അങ്ങനെ ഇന്നത്തെ ഇത്
ഇന്നത്തെ ദിവസം തീരുക. മൗറീഷ്യസ് വ്ലോഗ് കഴിഞ്ഞോ റിമി ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇനി ഇതിൻ്റെ സിറ്റി ലൈഫ്, അതായത് നോർത്ത് സൗത്ത് അങ്ങനെ ഞങ്ങളുടെ ടോട്ടൽ 3 ദിവസത്തെ എപ്പിസോഡ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കിഡിലൻ എപ്പിസോഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇത് പക്ക ഒരു ഐലൻഡ് എപ്പിസോഡായിരുന്നു. ഓക്കെ ടാറ്റ ബൈ ബൈ.